നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒല്ലൂർ മണ്ഡലത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ഒല്ലൂർ MLA അവാർഡ് നിയമസഭാ സ്പീക്കർ AN ഷംസീർ വിതരണം ചെയ്തു. പുത്തൂൾ സുവോളജിക്കൽ പാർക്ക് റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ KSRTC MD പ്രമോദ് ശങ്കർ സന്ദർശനം നടത്തി. അകമല ബ്രിഡ്ജിന് താഴെയുള്ള റെയിൽവേ ട്രാക്കിന്റെ അടിമണ്ണ് ഇടിഞ്ഞു, ട്രെയിൻ ഗതാഗതം താറുമാറായി. ഒല്ലൂർ മണ്ഡലത്തിലെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. വാർത്തകൾ വിശദമായി. സ്കൂളുകളിൽ സൂംബ ഡാൻസ് വേണ്ട എന്ന് പറയുന്ന മതപണ്ഡിതന്മാർക്ക് മുന്നിൽ നാട് വഴങ്ങില്ലെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഒല്ലൂർ മണ്ഡലത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ഒല്ലൂർ MLA അവാർഡ് വിതരണ ചടങ്ങ് പ്രതിഭാസംഗമം മണ്ണുത്തി വെള്ളാനിക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. സൂംബ വേണ്ട എന്ന് പറയുന്ന മതപണ്ഡിതന്റെ കയ്യിൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഉണ്ട്. സൂംബ കളിച്ചാൽ എന്താണ് പ്രശ്നമെന്നും അഭിപ്രായം പറയാം, എന്നാൽ അതിനപ്പുറം പറഞ്ഞാൽ പോയി പണി നോക്കാൻ മതപണ്ഡിതന്മാരോട് പറയുമെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു. സൂംബ വിവാദത്തിൽ സർക്കാർ ശക്തമായി മുന്നോട്ടു പോകണമെന്നും മതപണ്ഡിതന്മാരുടെ അഭിപ്രായം അർഹിച്ച അവഗണനയോടെ തള്ളണമെന്നും സ്പീക്കർ പറഞ്ഞു. ഒല്ലൂർ MLAയും റവന്യൂ മന്ത്രിയുമായ K. രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സൂംബയാണോ ഭരതനാട്യമാണോ എന്നതല്ല പ്രശ്നം, വിദ്യാർത്ഥികൾക്കിടയിലുള്ള മയക്കുമരുന്നിനെതിരെ പോരാടുക എന്നതാണ് ലക്ഷ്യമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഒല്ലൂർ മണ്ഡലം പരിധിയിൽ 100% മികച്ച വിജയം നേടിയ സ്കൂളുകളെയും പരീക്ഷകളിൽ മുഴുവൻ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും IFS റാങ്ക് ജേതാവ് TS ശിശിരയെ അനുമോദിക്കലും ചടങ്ങിൽ നടത്തി. ചലച്ചിത്ര താരം മനോജ് K. ജയൻ മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, ചലച്ചിത്ര താരം ജയരാജ് വാര്യർ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PP രവീന്ദ്രൻ, ഇന്ദിരാ മോഹൻ, ശ്രീവിദ്യ രാജേഷ്, മിനി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ ഒല്ലൂർ, AKM ഹൈസ്കൂൾ പൂച്ചട്ടി, ഹൈസ്കൂൾ മാന്താമംഗലം, ിൽ 100% വിജയം നേടി സെന്റ് മേരീസ് ഒല്ലൂർ സമൃദ്ധിയുടെ സ്നേഹാദരവ്. സൂംബ ഡാൻസ് സൂംബന്ത ലേറ്റ് 90s കൊളംബിയയിൽ രൂപപ്പെട്ട എക്സസൈസും ഡാൻസും അടങ്ങിയ ഒരു പ്രോഗ്രാമാണ് സൂംബ. ആൽബർട്ടോ കരസ് എന്നാണ് അതിൻ്റെ പേര്. അദ്ദേഹം ഒരു ഡാൻസ് മാസ്റ്ററായിരുന്നു. എന്താ അതിൻ്റെ ഉദ്ദേശം? നിങ്ങളുടെ മുടി മുതൽ നഖം വരെ അതിന്റെ ഭാഗമായി വ്യായാമത്തിൽ ഏർപ്പെടുന്നു. പറഞ്ഞു വരുന്ന മെഡിക്കൽ സയൻസിലെ അതോറിറ്റി ആണെങ്കിലും അത് കൃത്യമായി 1 മണിക്കൂർ ചെയ്താൽ 700 കലോറി ബേൺ ചെയ്യുന്നവരാണ്. ഞാൻ അതോറിറ്റി ഒന്നും കേട്ടോ, മനസ്സിലാക്കിയ കാര്യമാണ്. അതിപ്പോ കളിച്ചുകൂട്ടാ. സൂംബ കളിക്കണോ വേണ്ടേ? ഞാൻ ഒരു കാര്യം അടിവരയിട്ടെന്ന് പറയുന്നു, മതപണ്ഡിതന്മാർക്ക് അഭിപ്രായം പറയാം, അതിനപ്പുറത്ത് മതപണ്ഡിതന്മാർ പറഞ്ഞാൽ പോയി പറവാണി നോക്കുന്നു പറയുന്നത്. ഞാൻ ഈ സദസ്സിന് മുമ്പാകെ ബഹുമാനപ്പെട്ട ശിവകുട്ടിയോട് പറയുന്നു, ശക്തമായി മുന്നോട്ട് പോകണം. ഒരു മതപണ്ഡിതന്റെയും ഫത്വയുടെ മുന്നിൽ കേരളം കീഴടങ്ങാൻ പാടില്ല. കേരളത്തിന് മതനിരപേക്ഷതയുണ്ട്. ആണെന്ന് പറയാണ്, കളിക്കാൻ പറ്റില്ല. ഇതാരേ ചങ്ങായി? സൂംബ കളിക്കാൻ പാടില്ല. ആൺകുട്ടി എവിടെയാണ് അല്പവസ്ത്രം? ഞാൻ എല്ലാ വീഡിയോസും വളരെ ക്ലോസിൽ മോണിറ്റർ ചെയ്ത് എവിടെയാണ് അല്പവസ്ത്രം ഉള്ളത്? ആരാണ് അല്പവസ്ത്രം ധരിച്ച് തുള്ളുന്നത്? എന്തിനാണ് ഗവൺമെന്റ് അത്തരത്തിൽ തീരുമാനമെടുത്തത്? നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത്, നമ്മുടെ സ്കൂളിന്റെ പരിസരത്ത് കുട്ടികൾ വഴിമാറി സഞ്ചരിക്കുന്നു.
പലതരത്തിലുള്ള അരാജക ശക്തികൾ അവർക്കിടയിൽ ഡ്രഗ്സ് കൊടുക്കുന്നു, കുട്ടികൾ അതിന് അടിമപ്പെടുന്നു. ആ കുട്ടികളെ റീറൂട്ട് ചെയ്യാൻ 2 മാർഗമാണ് സർക്കാർ കണ്ടെത്തിയത്. 1 സ്പോർട്സിലേക്ക് വഴിതിരിച്ചു വിടുക, 2 ആർട്സിലേക്ക് വിടുക. ആ സ്പോർട്സ് ആക്ടിവിറ്റീസിന്റെ ഭാഗമായി റിലാക്സേഷന് വേണ്ടി, റിലീഫിന് വേണ്ടി കുട്ടികളെ കൊണ്ട് സൂംബ കളിപ്പിക്കുമ്പോൾ ചിലർ വന്ന് പറയാം ഇവിടെ പറ്റില്ല. അതിനൊന്നും മുന്നിൽ ഈ നാട് വഴങ്ങാൻ പോകുന്നില്ല. ഈ നാടിന് മഹിതമായ മതേതര പാരമ്പര്യമുണ്ട്. ചില മതപണ്ഡിതന്മാർ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷെ എല്ലാത്തിനും അഭിപ്രായം പറയണ്ട. അഭിപ്രായം പറഞ്ഞു, പക്ഷെ അത് കേൾക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പാടില്ല. ഇതല്ലേ ഇവിടെ ഉണ്ടായത്? ഇപ്പൊ ചർച്ച അതല്ലേ? ബഹുമാനപ്പെട്ട മന്ത്രി അസന്നിഗ്ധമായി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു, ഞങ്ങൾ മുമ്പോട്ട് പോകും. എന്താ കുഴപ്പം? എന്താണ് ഇതിന്റെ പോരായ്മ പറയണ്ടേ? കേരളം പോലുള്ളൊരു മതനിരപേക്ഷ ഒരു സെക്യുലർ ഫാബ്രിക്കിനകത്ത് ആ സെക്യുലർ ഫാബ്രിക്കിന്റെ കളങ്കമേൽപ്പിക്കാൻ നിങ്ങൾ ആലോചിക്കണം. ഇത് ബഹുസ്വരതയാണ്. ബഹുസ്വരതയുടെ നാട്ടിൽ മതപണ്ഡിതരുടെ അഭിപ്രായം പറയുമ്പോൾ പക്വതയും പാകതയും കാണിക്കണം. പക്വതയും പാകതയും കാണിക്കാതെ അല്പജ്ഞാനം വെച്ച് ഇസ്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഏറ്റവും പുരോഗമന വീക്ഷണമുള്ള മതമാണ്. ആ മതത്തിന്റെ പേരിൽ ചില പണ്ഡിതന്മാർ വന്നിട്ട് അഭിപ്രായം പറയുകയാണ്. ആ പണ്ഡിതന്മാരുടെ അഭിപ്രായം അർഹിച്ചവറ്റിയുടെ കേരളം തള്ളും. അത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും രക്ഷിതാക്കളും തള്ളുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. തള്ളണം. കഴിയുന്ന മാനവികതയുടെ നിറവെളിച്ചമായി അവർക്ക് മാറാൻ പറ്റണം എന്ന പ്രാർത്ഥനയും ആഗ്രഹവുമാകണം. നമ്മുടെ കമ്പളം എപ്പോഴും തിരക്ക് കൂട്ടി പ്രൊഫഷനുകളെ ചൂണ്ടിക്കാണിച്ച് അതുപോലെ ആകണമെന്ന് എപ്പോഴും പറയും. അതുകൊണ്ട് നമ്മുടെ അമ്മമാർ പലപ്പോഴും കുഞ്ഞുങ്ങളോട് അപ്പുറത്തെ വീട്ടിലെ പ്രസാദനെയും ഇപ്പുറത്തെ വീട്ടിലെ തങ്കമണിയെയും ഒക്കെ കണ്ടുപഠിക്കണം എന്ന് വീണ്ടും ആവർത്തിക്കും. തൻ്റെ കുഞ്ഞിന്റെ മുമ്പിൽ നടത്തുന്ന നിക്ഷേപത്തിന് എന്ത് പ്രതിഫലം കിട്ടും എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രൊഫഷനുകളെ കുറിച്ചായിരിക്കും നമ്മുടെ ധാരണ. സവിനയം 10ാമത് കൊല്ലവും ഞാൻ ആവർത്തിക്കട്ടെ, ഈ പ്രതിഭാസംഗമത്തിന്റെയും ഈ സംഘാടനത്തിന്റെയും പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ കുഞ്ഞുങ്ങളെ ഡോക്ടറാക്കലോ എഞ്ചിനീയറാക്കലോ IAS ആക്കലോ IPS ആക്കലോ കോടതിയിലെ വക്കീലാക്കലോ ജഡ്ജിയാക്കലോ ഒന്നുമല്ല എന്ന് പറയാൻ ഒരു മടിയുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരാകണം എന്ന ചോദ്യത്തിന് ഈ പ്രതിഭാസംഗമത്തിന്റെ സംഘാടകർക്കും പങ്കാളികൾക്കും രക്ഷകർത്താക്കൾക്കും ഒറ്റ ഉത്തരവേ ഉണ്ടാകാൻ പാടുള്ളൂ. മക്കളെ ആരാക്കുമെന്ന് ഏത് കമ്പോളം പാതിരാത്രിക്ക് ചോദിച്ചാലും ശിരസുയർത്തി പിടിച്ചുകൊണ്ട് നാം പറയണം, ഞങ്ങളുടെ മക്കളെ മനുഷ്യരാക്കും എന്ന് പറയേണ്ട വിധത്തിൽ നമ്മുടെ നാടുമാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ KSRTCയുടെ ബസ് സർവീസ് സേവനം ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഘം സന്ദർശനം നടത്തി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ KSRTC ഇലക്ട്രിക് ബസ്സുകളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സാധ്യതാ പരിശോധന നടത്തി. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജന്റെ നേതൃത്വത്തിൽ KSRTC മാനേജിംഗ് ഡയറക്ടർ പ്രമോദ് ശങ്കർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഘം സ്ഥലത്തെത്തിയാണ് പരിശോധന നടത്തിയത്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ജനങ്ങൾക്ക് തുറന്നു നൽകുമ്പോൾ കൂടുതൽ യാത്രാ സൗകര്യങ്ങൾ പാർക്കിനകത്ത് ഒരുക്കുന്നതിനായി KSRTC ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ഒരു ആലോചനാ യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, വനം മന്ത്രി AK ശശീന്ദ്രൻ, ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തുടങ്ങിയവർക്കൊപ്പം റവന്യൂ, വനം, ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്ത ആലോചനാ യോഗത്തിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാധ്യതാ പരിശോധന നടത്തിയതെന്ന് റവന്യൂ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം PB സുരേന്ദ്രൻ, സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്, വനംവകുപ്പ് സെൻട്രൽ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അടലേശ്വരൻ, ഡയറക്ടർ നാഗരാജ്, KSRTC മാനേജിംഗ് ഡയറക്ടർ പ്രമോദ് ശങ്കർ, KSRTC ജനറൽ മാനേജർ ചന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുത്തു. പുതുമയോടെ മുഖം മിനുക്കി തൃശൂരിന്റെ കൈരളി ശ്രീ തിയേറ്റർ ഉദ്ഘാടനം ജൂലൈ 1. സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന്റെ പ്രിയപ്പെട്ട ചലച്ചിത്ര ആസ്വാദകരുടെയും പ്രവർത്തകരുടെയും സ്വന്തം ഇടമായ നിരവധി ജനകീയ ചലച്ചിത്രോത്സവങ്ങൾക്ക് വേദിയായ തൃശൂരിലെ കൈരളി ശ്രീ തിയേറ്ററിന്റെ നവീകരിച്ച കെട്ടിടവും തിയേറ്ററും ജൂലൈ 1 രാവിലെ 11 മണിക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നാടിന് സമർപ്പിക്കും. ചലച്ചിത്ര വികസന കോർപ്പറേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന കൈരളി ശ്രീ തിയേറ്റർ നിരവധി ആധുനിക സൗകര്യങ്ങളോടെയാണ് തുറന്നു നൽകാൻ ഒരുങ്ങുന്നത്. ലോകോത്തര സാങ്കേതിക വിദ്യയോടുകൂടിയ RGB 4K ലേസർ പ്രൊജക്ഷൻ,
ഹ്യൂഗോ സിൽവർ സ്ക്രീൻ, 36 ചാനലുകളോട് കൂടിയ ഡോൾബി അറ്റ്മോസ് ശബ്ദ സംവിധാനം, പുഷ് ബാക്ക് സീറ്റുകൾ, പ്ലാറ്റിനം സോഫ സീറ്റുകൾ എന്നീ സംവിധാനങ്ങൾ തിയേറ്ററിൽ ഒരുക്കിയിട്ടുണ്ട്. കൈരളി തിയേറ്ററിൽ 33 ബാൽക്കണി പ്ലാറ്റിനം സോഫ സീറ്റുകൾ ഉൾപ്പെടെ 519 സീറ്റുകളും, ശ്രീ തിയേറ്ററിൽ 36 പ്ലാറ്റിനം സോഫ സീറ്റുകൾ ഉൾപ്പെടെ 327 സീറ്റുകളും ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം 800-ൽ പരം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തിയേറ്ററിൽ സിനിമ ആസ്വാദകർക്കായി ശീതീകരണ സംവിധാനത്തോടു കൂടിയ ബേബി ഫീഡിംഗ് റൂമുകൾ, ലിഫ്റ്റ്, കഫ്റ്റീരിയ, വെയിറ്റിംഗ് ഏരിയ, ഗസ്റ്റ് റൂം, ടോയ്ലറ്റ്, വാഹന പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഭിന്നശേഷി സൗഹൃദമായിട്ടാണ് തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തും. പി ബാലചന്ദ്രൻ MLA സ്വാഗതം ആശംസിക്കും. ചടങ്ങിൽ കെ രാധാകൃഷ്ണൻ MP, കോർപ്പറേഷൻ മേയർ MK വർഗീസ് എന്നിവർ മുഖ്യാതിഥികളാകും. അകമല ഓവർബ്രിഡ്ജിന് താഴെയുള്ള റെയിൽവേ ട്രാക്കിന്റെ അടിമണ്ണ് ഇടിഞ്ഞു. വശങ്ങളും അടിയിലേക്ക് തള്ളിയ നിലയിലാണ്. സംഭവത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ഇതിനു മുൻപും ഈ ഭാഗത്ത് മണ്ണിടിഞ്ഞിരുന്നു. റെയിൽവേ ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. രാവിലെ മുതൽ തന്നെ കുറേശ്ശെയായി ഇടിഞ്ഞിരുന്നു. മഴ ശക്തമായതോടെ കാട്ടുചോലകളിൽ നിന്നും നീരുറവ കുത്തനെ ഒലിച്ചിറങ്ങിയിരുന്നു. മുൻപുണ്ടായതിനെ തുടർന്ന് ഈ ഭാഗം കരിങ്കല്ല് കെട്ടി ഉറപ്പിച്ചിരുന്നു. അതാണ് അപായ സൂചന നൽകി മണ്ണിനോടൊപ്പം ഇളകി വന്നത്. പൊതുവെ അപകടം നിറഞ്ഞ മേഖലയാണ്. റെയിൽവേ ട്രാക്കിലേക്ക് വീണ കല്ലും മണ്ണും നീക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. പുതുക്കാട് നവജാത ശിശുക്കളെ അവിവാഹിതരായ മാതാപിതാക്കൾ കൊലപ്പെടുത്തി കുഴിച്ചിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ്. വിവാഹിതര ബന്ധത്തിലുണ്ടായ 2 കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടെന്നും അതിന്റെ അവശിഷ്ടങ്ങൾ തന്റെ കൈവശമുണ്ടെന്നും പറഞ്ഞ് പൊതിക്കെട്ടുമായി തൃശൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഭവി എന്ന യുവാവ് എത്തിയത് ശനിയാഴ്ച രാത്രിയാണ്. ബാഗുമായി എത്തിയ യുവാവിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് അനീഷ, ഭവി എന്നീ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് സംഭവത്തെക്കുറിച്ച് റൂറൽ SP കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. ആദ്യത്തെ കുട്ടി മരിച്ചത് പൊക്കിൾക്കൊടി കഴുത്തിൽ കുരുങ്ങിയാണെന്നാണ് പെൺകുട്ടിയുടെ മൊഴിയിലുള്ളത്. അമ്മയാണ് ആദ്യത്തെ കുട്ടിയെ കുഴിച്ചിട്ടത്. രണ്ടാമത്തെ കുഞ്ഞിന്റെ മരണം സ്വാഭാവികമല്ല, കൊലപാതകമാണെന്നും പോലീസ് പറയുന്നു. ശ്വാസം മുട്ടിച്ചാണ് രണ്ടാമത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതദേഹം അമ്മയായ അനീഷ ഭവിയെ ഏൽപ്പിക്കുകയും അയാൾ കുഴിച്ചിടുകയും ചെയ്തു. കൊലപാതകത്തെക്കുറിച്ച് പ്രതി ഭവിക്ക് അറിയാമെന്ന് സംശയിക്കുന്നതായും പോലീസ് വ്യക്തമാക്കി. 2020 മുതൽ ഫേസ്ബുക്കിലൂടെയാണ് ഇവർ പരിചയപ്പെടുന്നതും ബന്ധത്തിലാകുന്നതും. അനീഷ ലാബ് ടെക്നീഷ്യനാണ്. വീട്ടുകാരറിയാതെയാണ് അനീഷ ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും. ആദ്യത്തെ കുട്ടി പൊക്കിൾക്കൊടി കഴുത്തിൽ കുരുങ്ങി വയറ്റിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. കുഞ്ഞിനെ വീടിനകത്ത് തന്നെ കുഴിച്ചുമൂടി. കുഞ്ഞിന്റെ മരണമുണ്ടായാൽ ശാപമുണ്ടാകാതിരിക്കാൻ മരണാനന്തര ക്രിയ നടത്താൻ വേണ്ടിയാണ് അസ്ഥികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. കൊന്നു എന്ന് പറയുന്നത് തന്നെയാണ്, അത് സീരിയസ് ആണല്ലോ. കുട്ടിയെ കൊന്നു എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ അന്വേഷണം. അതിനാണ് ഇത്ര സമയം നമ്മൾ എടുത്തത്. അല്ല, ഈ 2 പേരും അതിൽ പ്രതിയാകുന്നുണ്ടോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് നിലവിൽ കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സെക്ഷൻ ചെല്ലണമെന്ന് വെച്ചത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ആ സ്ത്രീ മാത്രമാണോ ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. 2 പേരും കൂടെ തമ്മിലുള്ള ബന്ധം മനസ്സിലായി. മൂന്നാമതൊരാളുടെ സഹായമുണ്ട്, അല്ലെങ്കിൽ അസ്ഥി സൂക്ഷിക്കാനും മറ്റുമൊക്കെ നിർദ്ദേശിച്ച അങ്ങനെ ആരെങ്കിലും അതാണ് ഇതുവരെ ഈ 2 പേരുടെ റോളാണ് മനസ്സിലായത്. അങ്ങനെ ഉണ്ടോയെന്ന് അന്വേഷിക്കണമല്ലോ. തീർച്ചയായിട്ടും എല്ലാ ഭാഗവും അന്വേഷിക്കും. ശരി. ഇയാള് ഈ പെൺകുട്ടി രണ്ടാമത്തെ കൊലപാതകം എന്ന് സംശയിക്കുന്നുണ്ടല്ലോ, അത് ഈ പുരുഷനോട് പറഞ്ഞിരുന്നോ? കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി എന്നാണ് പ്രാഥമികമായിട്ട് കൊലപാതകത്തെ സംബന്ധിച്ചു. ഇവര് തമ്മിൽ സംസാരിക്കുന്നുണ്ടല്ലോ. സംസാരിച്ചിട്ടാണല്ലോ കുട്ടി ഇവിടെ കൊണ്ടുവരുന്നത്. കുട്ടിയെ മറവ് ചെയ്യുന്നത് ഭർത്താവാണല്ലോ, അല്ലെ? ഭർത്താവ് എന്ന് പറയുന്ന ഈ പുരുഷനാണല്ലോ. അല്ല, അദ്ദേഹം പ്രാഥമികമായിട്ട് ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് ബാഗിൽ കുറെ അസ്ഥി കൊണ്ടുവന്നാൽ ഇത് മനുഷ്യന്റെ അസ്ഥിയാണോ, അസ്ഥികൾ തന്നെയാണോ എന്നൊക്കെ വേണമല്ലോ. മറ്റ് മൃഗങ്ങളുടെ ആവാം. അപ്പം പ്രാഥമികമായിട്ടൊരു ഡോക്ടർക്ക്, ഫോറൻസിക് ഡോക്ടർക്ക് പ്രാഥമികമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് മനുഷ്യൻ്റെതാണോ, ദെൻ അത് ഒരു കുട്ടിയുടേതാണോ. അപ്പം ജനിച്ച ഉടനെ ഒരു കുട്ടിയുടെ അസ്ഥി എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ചില വ്യത്യാസമുണ്ട്. പലതും പൂർണ്ണ വളർച്ചയാവത്തില്ല. എല്ല് കണ്ടാൽ അവർക്ക് അറിയാൻ പറ്റും ഡോക്ടർക്ക്.
അദ്ദേഹത്തിൻ്റെ സേവനം ഞങ്ങൾ അതിനുവേണ്ടിയാണ് ഉപയോഗിച്ചത്. അദ്ദേഹം രാവിലെ ഇന്ന് അവധി ദിവസമായിട്ട് ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നോട് വന്നു. അത് അതിൽ നിന്ന് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ കൊണ്ട് കിട്ടിയ ഗുണമെന്ന് പറയുന്നത് 2 കുട്ടികളുള്ളതാണെന്ന് ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു. ഈ തെളിവുകളുടെ കാര്യത്തിൽ പോലീസിന് വലിയ ചാലഞ്ചിങ് അല്ല ഈ കേസ്, കാരണം ഇതിൽ മൃതദേഹം ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഡെഡ് ബോഡി ഇല്ല എന്നുള്ളത് ചലഞ്ചിങ് ആണ്. ഡെഡ് ബോഡി ഇല്ലെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിക്കുമല്ലോ. ഈ ആദ്യത്തെ മരണം കൊലപാതകം എന്താണ് അറിയാനായിട്ട് എന്താ മാർഗം നമുക്ക്? അതിന് ശാസ്ത്രീയമായിട്ട് ഒരുപാട് വഴികളുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് ശരിയാണ്. നമ്മൾക്ക് ഒരുപാട് വഴികളുണ്ട്. ബാക്കി വഴികളെല്ലാം നോക്കും. ഇവരെന്ത് കോടതിയിൽ ഹാജരാക്കുന്നുണ്ടോ? അതിന്റെ പ്രാഥമിക നടപടികൾ നടന്നു വരുന്നേ ഉള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യും. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലീഹായുടെയും വിശുദ്ധ അന്തോണീസിന്റെയും ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ നടത്തിയ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ നിർമ്മൽ അക്കര പട്ടേക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഊട്ടുനേർച്ച ആശീർവാദം ഫൊറോന പള്ളി വികാരി ഫാദർ ജോജു പനക്കൽ നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ റജി തോമസ്, ജനറൽ കൺവീനർ ടോണി അന്തിക്കാടൻ, ജോയിന്റ് കൺവീനർ പ്രിൻസൺ ഐനിക്കൽ, കൈക്കാരന്മാരായ സണ്ണി മാളിയേക്കൽ, ഷോയി മാളിയേക്കൽ, സന്തോഷ് ആട്ടോക്കാരൻ, ഷാജി തട്ടിൽ എന്നിവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. റോഡുകളുടെ ശോചനീയാവസ്ഥയെ തുടർന്ന് പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, മേയർ രാജിവെക്കുക, മേയർ MK വർഗീസിനെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മണ്ണുത്തി ബൈപ്പാസിൽ നിന്ന് മഹാത്മാ സ്ക്വയറിലേക്ക് പ്രതിഷേധ പ്രകടനവും തുടർന്ന് പ്രതിഷേധ യോഗവും നടത്തി. യോഗത്തിന് ഒല്ലൂക്കര മണ്ഡലം പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സീനിയർ നേതാവ് PU ഹംസ ഉദ്ഘാടനം ചെയ്തു. നേതാക്കന്മാരായ ബഷീർ അഹമ്മദ്, തിമോത്തി വടക്കൻ, അനിൽ തെക്കൂട്ട്, VM സുലൈമാൻ, ജിജോ ജോർജ്, ലിയോ രാജൻ, ബിജു, ബിന്ദു ബെന്നി, സഫിയ ജമാൽ, ലിയാസ് ബാബു, ജയദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാടക്കത്തറ പഞ്ചായത്ത് 5-10 വാർഡ് സമിതിയുടെ നേതൃത്വത്തിൽ ജനസുരക്ഷാ ക്യാമ്പ് ചിറക്കേക്കോട് ശ്രീ ഗുരുപ്രസാദം ഹാളിൽ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവിധങ്ങളായ ഇൻഷുറൻസ് പദ്ധതികളെപ്പറ്റി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയും പങ്കെടുത്ത മുഴുവൻ വ്യക്തികൾക്കും വാർഡ് സമിതിയുടെ നേതൃത്വത്തിൽ ഇൻഷുറൻസ് ഫ്രീയായി ചേർത്ത് കൊടുക്കുകയും ചെയ്തു. വാർഡ് മെമ്പർ ഷിനോജ് MS അധ്യക്ഷനായ പരിപാടിയിൽ
ഡോക്ടർ പ്രൊഫസർ ജി ജയരാജ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് സമിതി കൺവീനർ ശരത് അറക്കൽ സ്വാഗതം പറഞ്ഞു. കനറ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ജൻധൻ അക്കൗണ്ട് ചേർത്ത് കൊടുത്തുകൊണ്ട് ബാങ്കിന് വേണ്ടി റീജിയണൽ ഓഫീസിൽ നിന്നുള്ള അശ്വിൻ സംസാരിച്ചു. ലീഡ് ബാങ്ക് സാക്ഷരതാ പ്രവർത്തകരായ സണ്ണി, സവിത എന്നിവർ ഇൻഷുറൻസിനെ കുറിച്ചുള്ള ക്ലാസുകൾ എടുത്തു നൽകി. വാർഡ് സമിതി അംഗങ്ങളായ വരുൺ KS, ജിഷ്ണു, സ്നേഹേഷ്, വിഷ്ണുമോഹൻ, സുബീഷ് എന്നിവർ നേതൃത്വം നൽകി. വനിതാ ശിശു വികസന വകുപ്പ് വിളർച്ചയുള്ള കുട്ടികൾക്ക് കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ അജിത ഉദ്ഘാടനം ചെയ്തു. JPHN സിസ്റ്റർ സുമ എല്ലാവർക്കും പോഷകാഹാരം എന്ന വിഷയത്തെക്കുറിച്ചും വിളർച്ച എങ്ങനെ തടയാമെന്ന വിഷയത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു. നഴ്സുമാരായ ഹരിത, റെന്നി മേരി അലക്സ് എന്നിവർ കൗമാരപ്രായക്കാരായ കുട്ടികളിലെ വിളർച്ച നിർണ്ണയിക്കുന്നതിനുള്ള രക്തപരിശോധനകളും കുട്ടികളുടെ വളർച്ചാ നിർണ്ണയവും നടത്തുകയും ചെയ്തു. നഴ്സ് സൗമ്യ BP ബ്ലഡ് ഷുഗർ പരിശോധനകൾ നടത്തി. തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ അനിത പോഷകാഹാരത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഒല്ലുകര CDPO ബിന്ദു, ICDS സൂപ്പർവൈസർ ജിനു, മറ്റ് CPOമാർ, പ്രോഗ്രാം ഓഫീസർമാർ, താമരവിളച്ചൽ അംഗൻവാടി ടീച്ചർ പ്രിനില, പയ്യനം അംഗൻവാടി ടീച്ചർ പുഷ്പവല്ലി, ആശാവർക്കർ രവീണ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തൃശൂർ റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ കരുതലായി കാവലായി എന്ന പരിപാടിയുടെ ഭാഗമായി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് 21,000 കുട്ടികൾ ലഹരിമുക്ത വിദ്യാലയം എന്ന വിഷയത്തിലുള്ള റീൽസ്, സ്പീച്ച്, പെയിന്റിംഗ്, ഫ്ലാഷ് മോബ് മത്സരങ്ങളിൽ പങ്കെടുത്തു. കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന് തൃശൂർ റൂറൽ പോലീസ് സംഘടിപ്പിച്ച ജില്ലയിലുള്ള 524 വിദ്യാലയങ്ങളിലെ 21,000 കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ നേരിട്ട് പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിജയികളായ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. 4000-ലധികം പേർ എത്തിച്ചേർന്ന ചടങ്ങിൽ 2527 കുട്ടികൾക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലെ വിദ്യാലയങ്ങളിലെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുമായി സഹകരിച്ച് 5 മുതൽ +2 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളെ പങ്കെടുപ്പിച്ച് റീൽസ്, സ്പീച്ച്, പെയിന്റിംഗ്, ഫ്ലാഷ് മോബ് എന്നിവയിലാണ് അതത് വിദ്യാലയങ്ങളിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. പെയിന്റിംഗ് മത്സരത്തിൽ 773 കുട്ടികളും, ഫ്ലാഷ് മോബ് മത്സരത്തിൽ 813 കുട്ടികളും, പ്രസംഗ മത്സരത്തിൽ 588 കുട്ടികളും, റീൽസ് മത്സരത്തിൽ 353 കുട്ടികളുമടക്കം ആകെ 2527 മത്സര വിജയികളായ കുട്ടികൾക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക്. തൂക്കുവേലി നിർമ്മാണം വേണമെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി. വാഴാനി കാക്കിനിക്കാട് ട്രൈബൽ കോളനിക്ക് സമീപത്തെ ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങാതിരിക്കാൻ സ്ഥാപിച്ച സൗര വൈദ്യുത വേലി ആന പലയിടത്തും ചവിട്ടി ഒടിച്ചാണ് കിടക്കുന്നത്. ഇതിനാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച നിലയിലാണ്. ആന കഴിഞ്ഞ ദിവസങ്ങളിലും പ്രദേശവാസിയുടെ വീട്ടിൽ കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. വനംവകുപ്പിനോട് തുടക്കത്തിലെ തൂക്കുവേലിയാക്കണമെന്ന് പരാതിയുണ്ടായിരുന്നു. ഇതിൽ കാര്യക്ഷമമായ ഇടപെടൽ ഇല്ലാത്തതിനാലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായതെന്നും സംഭവസ്ഥലം സന്ദർശിച്ച യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ ആരോപിച്ചു. ഇതിട്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സംഗതി 4-ാം ദിവസം ആദ്യം കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ശരിയാക്കി കഴിഞ്ഞ് 2-ാം ദിവസം ഈ സാധനം വന്നപ്പോഴുന്ന ഒരു അലർച്ച കേട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ എന്തോ ഒരു കടകടയെന്ന് സൗണ്ട് കേട്ടു. ഈ മരം ഒടിച്ചിട്ട് അവിടെ നിന്ന് കമ്പ് ഒടിച്ചിട്ട് നമുക്ക് ഒറ്റയടില്ല, ചവിട്ടി കൂട്ടിയതുണ്ടല്ല. ഇവിടെ എത്ര കുടുംബങ്ങളുള്ള? ഇവിടെ 10-30 കുടുംബമുണ്ട്. ഇവിടെ ഞാനും ഇവിടെ 3-4 വീടേ ഉള്ളൂ. ഇങ്ങോട്ട് ഇവിടെയുള്ളവരൊക്കെ അങ്ങോട്ട് മാറി. നമ്മളായാലും പോകാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ കാശ് കൊടുത്ത് വേണ്ടിയില്ല. നമ്മൾ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? എവിടെ പോയിട്ട് താമസിച്ചിട്ടുള്ള കാര്യം, വാടക കൊടുത്ത് താമസിച്ചിട്ട് കാര്യമില്ല. മനുഷ്യജീവന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന അക്രമാസക്തരായ തെരുവ് നായ്ക്കളെ ഉന്മൂലനം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്ന് PDP തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജൻസൺ ആലപ്പാട്ട്. വർദ്ധിച്ചു വരുന്ന തെരുവുനായ ആക്രമണങ്ങൾ മനുഷ്യജീവന് തന്നെ ഭീഷണിയാണ്.
കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും തെരുവുനായ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അക്രമാസക്തമായ നായകളെ ഉന്മൂലനം ചെയ്യുവാനും ശാന്ത സ്വഭാവമുള്ള നായകളെ ബന്ധീകരിക്കുവാനും സർക്കാർ നടപടിയെടുക്കണമെന്നും PDP തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജെൻസൺ ആലപ്പാട്ട് ആവശ്യപ്പെട്ടു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള അട്ടപ്പാടി പോസ്റ്റ് മെട്രിക് പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലേക്കും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കും സ്റ്റുഡന്റ് കൗൺസിലർമാരെ നിയമിക്കുന്നു. മാർച്ച് 2026 വരെ കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ജൂലൈ 4-ന് അഭിമുഖം നടത്തും. 5 ഒഴിവുകളാണുള്ളത്. MA സൈക്കോളജി അല്ലെങ്കിൽ MSW യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സ്റ്റുഡന്റ് കൗൺസിലിംഗിൽ പരിശീലനം നേടിയിരിക്കണം. പ്രായം 2025 ജനുവരി 1-ന് 25-നും 45-നും മധ്യേ. പട്ടികവർഗ വിഭാഗക്കാർക്ക് നിയമനത്തിൽ മുൻഗണന ലഭിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 18,000 രൂപ ഓണറേറിയവും പരമാവധി 2,000 രൂപ യാത്രാപ്പടിയും ലഭിക്കും. അർഹരായവർ വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ പ്രമാണങ്ങളും തിരിച്ചറിയൽ രേഖയും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അട്ടപ്പാടി അഗളി മിനി സിവിൽ സ്റ്റേഷൻ 2-ാം നിലയിലുള്ള ITDP ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04924254 382. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒല്ലൂർ മണ്ഡലത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ഒല്ലൂർ MLA അവാർഡ് നിയമസഭാ സ്പീക്കർ AN ഷംസീർ വിതരണം ചെയ്തു. പുത്തൂൾ സുവോളജിക്കൽ പാർക്ക് റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ KSRTC MD പ്രമോദ് ശങ്കർ സന്ദർശനം നടത്തി. അകമല ബ്രിഡ്ജിന് താഴെയുള്ള റെയിൽവേ ട്രാക്കിന്റെ അടിമണ്ണ് ഇടിഞ്ഞു. ട്രെയിൻ ഗതാഗതം താറുമാറായി. ഒല്ലൂർ മണ്ഡലത്തിലെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.